ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം സമ്മാനിച്ച വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പര്യടന പരിപാടി സംഘടിപ്പിച്ചത്. കരിവള്ളൂർ, പെരളം, എരമംകുറ്റൂർ ഈ രണ്ട് പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ പ്രദേശങ്ങളിലും ഈ പര്യടന പരിപാടി പൂർത്തിയായിട്ടുണ്ട്. നാളെ കരിവള്ളൂർ, പെരളം പഞ്ചായത്തിലെ പര്യടനം പൂർത്തിയാക്കും. പിന്നീട് എരമംകുറ്റൂർ പഞ്ചായത്ത് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു വിജയപ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഐക്യജനാധിപത്യ മുന്നണി നിരുപാധികം എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായപ്പോഴും ജയിക്കുമെന്ന പ്രതീക്ഷ ഇല്ല. അതിനുള്ള കാരണം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഈ മണ്ഡലത്തിൽ LDF ജയിച്ചത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,00,000 വോട്ട് മറികടന്നുകൊണ്ട് ജയിക്കുക എന്നത് സാധാരണ നിലയിൽ അസാധ്യമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ജയപ്രതീക്ഷയില്ല എന്ന് സൂചിപ്പിക്കാൻ കാരണം. പക്ഷെ പോളിംഗ് കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതൊരു വിജയപ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും, കടുത്ത CPM പ്രവർത്തകർ പോലും എനിക്ക് വോട്ട് ചെയ്തു എന്ന വിവരം ചിലർ നേരിൽ പറഞ്ഞു, മറ്റു പലരോടും പറഞ്ഞത് കേൾക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായി. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെ കാരണം പരിശോധിച്ച് തിരുത്തും എന്നൊക്കെ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഒരു തിരുത്തലിൻ്റെ രീതി ഇപ്പം ഇന്നലത്തെ ദേശാഭിമാനി പത്രത്തിലൂടെ മനസ്സിലായി. ഇന്നലത്തെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വലിയ വാർത്തയുണ്ട്. ആ വാർത്ത പയ്യന്നൂർ മണ്ഡലത്തിൽ BJPക്ക് 10,000 വോട്ട് കുറഞ്ഞു എന്നാണ്. മുയിപ്പിലെ പോയവൻ മുട്ടിലെ പോയവനെ പരിഹസിക്കുക എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. CPM-ന് LDF-ന് എത്ര വോട്ട് കുറഞ്ഞു എന്ന് അവർ പറയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് 94,000 വോട്ടാണ് LDF സ്ഥാനാർത്ഥി. ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 69,000 വോട്ടാണ്. 94,000 കിട്ടിയിടത്ത് 69,000 വോട്ടാണ് കിട്ടിയത്. 25,000-ലധികം വോട്ട് കുറഞ്ഞു. ആ 25,000 വോട്ട് കുറഞ്ഞവരാണ് 10,000 വോട്ട് കുറഞ്ഞവരെ പരിഹസിക്കാൻ മുന്നോട്ട് വരുന്നത്. ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പരിശോധനയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. BJPയുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് BJPയുടെ വോട്ടല്ല. ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ആ പാർട്ടിക്കകത്തുള്ളപ്പോൾ ഞങ്ങൾ ഈ BJPക്ക് എങ്ങനെയാണ്, എവിടുന്നാണ് ഈ വോട്ടൊക്കെ കിട്ടിയത് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഒരു ബൂത്തിലും BJPക്ക് വോട്ട് ചെയ്ത ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ബൂത്തിൽ ചിലപ്പോൾ 10, 15, 20 ആൾ BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാകും. പക്ഷേ ആ ബൂത്തിൽ BJPക്ക് ലഭിച്ച വോട്ട് 100-ഉം 120-ഉം ഒക്കെയാണ്. അപ്പം അന്ന് ഞങ്ങൾ വിലയിരുത്തിയത്
ഇത് BJPയുടെ യഥാർത്ഥ വോട്ടല്ല, ഇത് നിഷേധ വോട്ടാണ്. പ്രധാനമായും CPM-നകത്ത് ഒന്നുകിൽ സ്ഥാനാർത്ഥിയോട് അതല്ലെങ്കിൽ നേതൃത്വത്തിന്റെ നിലപാടുകളോട് വിരോധമുള്ള ആളുകൾ, ഏതായാലും BJP ജയിക്കില്ലല്ലോ. ഈ 10,000 വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വോട്ട് കണക്കാക്കണ്ടേ? 11,000 ചില്ലറ വോട്ടാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഈ മണ്ഡലത്തിൽ ലഭിച്ചത്. ഇപ്പൊ 8,000-നടുത്ത് വോട്ടുണ്ട്. എന്നിട്ടാണ് 10,000 വോട്ട് BJPക്ക് കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ 25,000 വോട്ട് LDF-ന് കുറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ആ 25,000 വോട്ട് കുറയാനിടയായ സാഹചര്യം എന്ത്, എങ്ങനെ കുറഞ്ഞു, ആര് മറിച്ച് വോട്ട് ചെയ്തു എന്നൊന്നും പരിശോധിക്കാനുള്ള ബാധ്യത അവർക്കുള്ളതാണ്. അത് പരിശോധിക്കോ ഇല്ലോ എന്നൊന്നും നമുക്കറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ചത് 44,000 വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിച്ചത് 76,000-ത്തിലധികം വോട്ടാണ്. 32,000-ത്തിലധികം വോട്ട് എനിക്ക് കൂടുതലായി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ LDF-ന് കുറഞ്ഞ 25,000 എനിക്ക് വന്നു. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 50,000 ഭൂരിപക്ഷം സമാസമായി. 50,000-ത്തിൽ 25,000 വന്നാൽ പിന്നെ അത് തുല്യായല്ലോ. അതിനു പുറമെ 32,000 വോട്ട് കൂടിയത് 25,000 കഴിച്ചാൽ ബാക്കി 7,500 വോട്ടിന്റെ ലീഡാണ്, ഭൂരിപക്ഷമാണ് എനിക്കുള്ളത്. ഇത് സിമ്പിൾ കണക്കാണ്, ഇത് വളരെ ലളിതമായ കണക്കാണ്. അപ്പൊ ഈ 32,000 വോട്ട് കൂടിയതിൽ പലരുടെയും സഹായമുണ്ടായിട്ടുണ്ട്. UDF-ന്റെ വോട്ട് കൃത്യമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ LDF-ന് കുറഞ്ഞ വോട്ട് എനിക്ക് കൂടിയത് ആ പാർട്ടിക്കകത്ത് നിന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ സന്നദ്ധമായി എന്നതിന്റെ തെളിവാണ്. നിഷ്പക്ഷരായ നിരവധി ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഈ വിജയം, ചരിത്ര വിജയം സമ്മാനിച്ചു. ഇതൊരു അത്ഭുതം സംഭവിച്ചതൊന്നുമല്ല. ഈ പയ്യന്നൂരിന് ഒരു അത്ഭുതം സംഭവിച്ചതല്ല ഈ വിജയം. ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു, CPM-നകത്ത് നിന്ന് 1000-കണക്കിന് ആളുകൾ എനിക്ക് വോട്ട് ചെയ്യും. നിഷ്പക്ഷമതികളായ ആളുകൾ എനിക്ക് വോട്ട് ചെയ്യും. അതിന്റെ കൂടെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണ. ആ പിന്തുണയുടെ ഭാഗമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ വോട്ടും വരും. തെരഞ്ഞെടുപ്പിന്റെ ആദ്യം പല പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. മറുഭാഗം മറുഭാഗത്തെ സ്ഥാനാർത്ഥിക്ക് UDF നേതാക്കന്മാരുമായി, പ്രവർത്തകരുമായി വലിയ അടുപ്പമാണ്, അവരെല്ലാം അയാൾക്ക് വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള പ്രചരണം നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ ആ കാര്യങ്ങൾ സംസാരിച്ചതാണ്. ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ലീഗ് പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ല, ലീഗുകാർ വോട്ട് ചെയ്യില്ല എനിക്ക് എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ പാലത്തര പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ലീഗുകാർക്ക് ഒരു ദിവസത്തെ സ്ക്വാഡ് പ്രവർത്തനം മതി അവരുടെ വോട്ട് മുഴുവൻ ചെയ്യിക്കാൻ. കാരണം ഞാൻ മറുപക്ഷത്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ 5 പതിറ്റാണ്ടായി നോക്കിക്കാണുന്നയാളാ. 50 വർഷം CPM-നകത്തെ ഒരു പാർട്ടി മെമ്പറായി പടിപടിയായി ഉയർന്ന് അതിന്റെ ജില്ലാ കമ്മിറ്റി വരെ എത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിൽ ജയിക്കുക എന്നതല്ല വിഷയം. UDF-നെ സംബന്ധിച്ചിടത്തോളം കേരളം പിടിക്കുക, കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നതാണ്. അങ്ങനെ വരുമ്പോ പയ്യന്നൂരിലെ UDF-ന്റെ പ്രവർത്തകന്മാർക്ക്, വോട്ടർമാർക്ക് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രചരണമാണ്.
ഇങ്ങനെ പല പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് കിഴക്കൻ മേഖലയിൽ പോയപ്പോ വീടുകളിൽ പോയി പറഞ്ഞത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ല ഇത്തവണ, കൈപ്പത്തി ചിഹ്നമില്ല, അതുകൊണ്ട് നിങ്ങളെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ചെറുപുഴ പെരിങ്ങോം ഭാഗങ്ങളിലൊക്കെ പോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു. ഇങ്ങനെയാണ് വീടുകളിൽ പോയി പറയുന്നത്. ഈ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടും വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ജയരാജൻ പറഞ്ഞതുപോലെ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? തെറ്റിനെ ന്യായീകരിക്കുകയാണ്, കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുകയാണ്, കുറ്റം ചൂണ്ടിക്കാണിച്ചവരെ നടപടിക്ക് വിധേയമാക്കുകയാണ്, ക്രൂശിക്കുകയാണ്. ഇത് ജനങ്ങൾ നോക്കിക്കാണുന്നില്ലേ? അങ്ങനെ ജനങ്ങൾ നോക്കിക്കാണുന്നതിന്റെ ഫലമായിട്ടാണല്ലോ ആ പാർട്ടിക്കകത്ത് നിന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ പുറത്താക്കൽ നടപടിയാണ്. എത്ര ആളുകൾ ഇവർക്ക് പുറത്താക്കാൻ സാധിക്കും? അങ്ങനെ പുറത്താക്കിയാൽ ഈ ഉപ്പ് വെച്ച കലന്ന് സാധാരണ പറയാറില്ലേ, അതുപോലെ ആകും അവസ്ഥ. അതുപോലെ ആകരുത് എന്ന ആഗ്രഹം എനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷം നമ്മുടെ രാജ്യത്ത് തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷം തകരുന്നിടത്ത് തീവ്ര വലതുപക്ഷമാണ് കടന്നു വരുന്നത്. ബംഗാളിൽ ഇപ്പോൾ BJP വന്നല്ലോ. 35 കൊല്ലം ഭരിച്ച CPM ഭരിച്ച LDF ഭരിച്ച സംസ്ഥാനമാണല്ലോ ബംഗാൾ. ആ ബംഗാളിൽ ഇപ്പൊ അധികാരത്തിൽ വന്നത് BJP ആണ്. അപ്പൊ ഇടതുപക്ഷം ദുർബലപ്പെടുന്നിടത്ത് ശക്തിപ്പെടുന്നത് തീവ്ര വലതുപക്ഷമാണ്. തീവ്ര വലതുപക്ഷം നമ്മുടെ രാജ്യത്തിന് ആപത്താണ്, അപകടമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം തകരാൻ പാടില്ല എന്ന് ഞാനുൾപ്പെടെ, കോൺഗ്രസ്സുകാരുൾപ്പെടെ, മറ്റു പാർട്ടിക്കാരുൾപ്പെടെ വിശ്വസിക്കുന്നത്. CPM-നോട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അതിന്റെ തകർച്ച അതിൽ ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ല. അതിന് കൊടുക്കേണ്ട വില വളരെ വലുതായി. അതുകൊണ്ട് അവർ തെറ്റുതിരുത്താൻ സന്നദ്ധമാകുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും തെറ്റ് തിരുത്തിയാൽ അവർക്ക് നല്ലത്, അല്ലെങ്കിൽ കാലിനടിയിലെ മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ഉപ്പ് വെച്ച കലം പോലെയാകും ആ പാർട്ടി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഞാൻ മറ്റ് രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ ഞാൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാണ്. മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധിയാണ്. എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ മാത്രം ജനപ്രതിനിധിയല്ല. ആ നിലയിൽ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ സന്നദ്ധമാകും എന്ന് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ വികസന പരിപാടി എന്താണ് എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വരും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പയ്യന്നൂരിന്റെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു വിപുലമായ കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർക്കാൻ ആലോചിക്കുന്നു. ഏറെ വൈകാതെ, വളരെ പെട്ടെന്ന് തന്നെ. ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല കാഴ്ചപ്പാടുകളുള്ള നിരവധി വ്യക്തികൾ ഈ മണ്ഡലത്തിലുണ്ട്, നിരവധി സംഘടനകളുണ്ട്. 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് ഈ മണ്ഡലം. അതിന്റെ ഭരണാധികാരികൾക്ക് അഭിപ്രായമുണ്ട്. അവരെല്ലാം വരുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കക്ഷി രാഷ്ട്രീയം വികസനത്തെ തടയുക ചെയ്യുക. അതുകൊണ്ട് ഈ
പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ തദ്ദേശ ഭരണാധികാരികളെ, ഈ വ്യക്തികളെ, സംഘടനകളെ ഒക്കെ വിളിച്ചു ചേർത്ത് അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഒരു വികസന രേഖ തയ്യാറാക്കി അതിന് മുൻഗണനാക്രമം തീരുമാനിച്ച് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ അതിനെ പിന്തുണക്കാൻ, അതിനെ വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും സഹായമുണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.